എന്റെ അമ്മേ. പക്ഷെ ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയാം, അവരെ പേരിൽ 3 അക്ഷരമായിരിക്കും ഉണ്ടാവുക. തെണ്ടിയാണേലും അവനെന്റെ ചങ്കാടി, നീ അവൻ മറക്കല്ലേ. അവൻ നിന്നെ പെണ്ണ് കണ്ടതിന് ശേഷമാണ് ഞാൻ നിന്നെ കെട്ടിയത്. വി ഡോണ്ട് ഫോർഗെറ്റ് ദാറ്റ്. ഗോപിക്ക് സാമ്പാറും എരിശ്ശേരിയെല്ലാം ഉണ്ടാക്കാൻ അറിയാം. എലയടാ ഇത്രയും കാലം നമ്മുടെ ശേഷം അലഞ്ഞിരിഞ്ഞത് വെറുതെ അല്ല, എല്ലാം ഇത് വേണ്ടിട്ടാ അല്ലേ? കല്യാണം കഴിഞ്ഞ ശേഷം ജോലിക്ക് പോകാൻ താല്പര്യമുണ്ടാ? കുട്ടികളൊക്കെ ആയിക്കഴിഞ്ഞാ പിന്നെ ജോലിക്കൊക്കെ പോക്ക് ബുദ്ധിമുട്ടാവില്ലേ ജയശേട്ടാ? യഥാർത്ഥത്തില് ജയേഷിന്റെ ജന്മസാക്ഷാത്കാരാണ്. എന്നും ഇതുപോലെ ചുരിദാറെല്ലാം തന്നെ ഇടുക? ആ, എനിക്ക് ഇന്ത്യൻ വസ്ത്ര രീതിയോട് തന്നെയാ താല്പര്യം. രാഘവൻ നമ്പ്യാരെ നൂറ്റാണ്ടിന്റെ ഒത്തുചേരൽ ഇവിടെ നടക്കുന്നു. ശാസ്ത്രം പോലും തോറ്റു. ജയേഷ് ഇഷ്ടപ്പെട്ട നമ്മളെ കുട്ടിയെ? അല്ല പറ്റ ഇപ്പൊ തന്നെ കൊണ്ടുപോകണമെന്നാ ജയേഷിന്റെ മനസ്സിൽ. ഇങ്ങനെ ഷോൾ ഇടുന്നു ഇത്തിരി ആള് വെക്കല്ലേ? വരാൻ കിട്ടുന്ന ഷോള് മോയന്ത് നീ നടക്ക്. എന്തെന്നാണ്? എടാ കല്യാണം കഴിഞ്ഞാൽ ഈ പെണ്ണുങ്ങളുടെ ഒരു അരഞ്ഞാൻ കടിഞ്ഞാൻ നമ്മളെ ആണുങ്ങളെ കയ്യിലായിരിക്കണം. ഈറ്റിങ്ങളെല്ലാം എങ്ങനെ മരിക്കണമെന്ന് നീ അറിയണം. എടാ കല്യാണം കഴിഞ്ഞാൽ എന്നും കളിഞ്ചിരി ഒന്നും ആയിരിക്കൂല. പല പേരയിലും ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ ആദ്യത്തെ അടി പൊട്ടുന്നത് ഓളെ ഭാഗത്തുണ്ടാവുന്ന ഒരു തെറ്റുണ്ടായിരിക്കണം. ഇനി ഓള് തെറ്റൊന്നും ചെയ്യിട്ടില്ല എന്ന് വിചാരിക്കാം. നീ ഓളെ നല്ലോണം പഠിച്ചിട്ട് മനഃപൂർവ്വം നീ ഒരു പ്രശ്നം ഉണ്ടാക്കണം. അപ്പൊ ഓക്ക് തോന്നണം അയ്യോ തെറ്റ് പറ്റിപ്പോയി മാപ്പാക്കണം എന്നൊക്കെ. അപ്പൊ ഈ കിട്ടുന്നൊരു അപ്പർ എഡ്ജില്ലേ മോനെ ജയേഷ, ലൈഫില് ചാവുന്നവരെ എനിക്കത് ഉപകാരപ്പെടും. ഈ കേട്ടിട്ടില്ലേ മെൻ ആർ ഫ്രം മരണമാസ് വിമൻ ആർ ഫ്രം അടുക്കളന്ന്? തിരക്കിലാണോ? ഇല്ല മോളെ പറ. അത് ഞങ്ങളുടെ കോളേജ് ഗ്യാങ് വയനാട്ടിലേക്ക് ഒരു ട്രിപ്പ് പോകുന്നുണ്ട്. ഞാനും കൂടി പോയിക്കോട്ടെ? ഗ്യാങ്ങോ? ആ, ഗേൾസ് ഗ്യാങ് ആ ചേട്ടാ. ഞാനിവിടെ കോൺവെന്റിലല്ലേ പഠിച്ചേ. ഓ, 2 ദിവസത്തെ കാര്യമുള്ളൂ ചേട്ടാ, പ്ലീസ്. ഓക്കെ. പക്ഷെ എവിടെ പോയാലും എനിക്ക് ലൊക്കേഷൻ അയച്ചായിരുന്നു. താങ്ക് യു ചേട്ടാ, ഐ ലവ് യു. ലവ് യു ടു. സോറി, ഞാനിങ്ങനെ എക്സൈറ്റഡ് ആയിട്ട് പെരുമാറുന്ന ഒരാളല്ല. ഇച്ചിരി കൺട്രോൾ വിട്ടുപോയാ. സോറി.
പറയടാ. നിനക്ക് വേണ്ടിയല്ലടാ, പറ. Speech, 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 speech. Speech. First of all, thank you all for being a part of my happy day. As you all know, family is the first essential cell of human society. I finally found that cell where I would happily confide. എനിക്കറിയാം, I've waited too long for this day. And I think it was worth it. I got my dinosaur! I got my dinosaur! Cafeteria which I'm throwing! Cafeteria വെച്ച് നടത്താൻ ഇത് കണ്ട ആക്ക ഊക്കൻ ഊക്കിൽ പാർട്ടി അല്ല. We are throwing a grand house party at 7 p.m. at our place. Let's bring it party! ഹലോ, ജേട്ടാ സോറി, ഇവിടെ ചെറിയൊരു പ്രശ്നം. എന്ത് പ്രശ്നം? അത് നമ്മുടെ കൂടെ വന്നില്ലേ അപ്പു? അപ്പുനെ കാണാണ്ടായി ചേട്ടാ. ആമ്പിളറുണ്ടോ കൂടെ? അയ്യോ, അതെന്റെ മേമയുടെ മോളാ അപർണ. ഓ, ഈ അപർണേനെ അപ്പൂന്നും അശ്വതിനെ അച്ചുന്നൊക്കെ വിളിച്ചിട്ട് വെറുതെ ആമ്പിളറെ ടെൻഷൻ അടിപ്പിക്കല മോളെ. ഞാൻ വെറുതെ വിളിച്ചാ. ജേട്ടാ ലവ് യു. ലവ് യു ടു. ഇവിടെ ആണ്ടല്ലൂർത്തർക്കുള്ള ആൾക്കാരുണ്ടല്ലോ, ഇത് കേട്ടിട്ട് അപ്പുറത്തും ഇപ്പുറത്തുള്ള ആൾക്കാർ പ്രശ്നം ഉണ്ടാക്കൂലേ? അത് നമ്മുടെ ഫ്ലാറ്റിന്റെ അസോസിയേഷൻ സെക്രട്ടറി, അത് നമ്മുടെ ഫ്ലാറ്റിന്റെ പ്രസിഡന്റ്, ട്രഷറർ അപ്പുറത്ത് എവിടെയുണ്ട്. ഈ ഫ്ലാറ്റിലെ മൊത്തം ആൾക്കാർ ഇവിടെ ഉണ്ട്. സോറി, എത്താൻ കുറച്ച് ലേറ്റ് ആയി പോയി. Wow, what a party, man. Happy married life. Congratulations. താങ്ക് യു. ഹാപ്പി മാരീഡ് ലൈഫ് മാൻ. ഇതെല്ലാരും ക്ലീൻ ആക്കിയ ഇടുത്തന്നല്ലേ പാർട്ടി നടന്ന്? നീ ഏതാ? നീ ആരാന്ന്? ഞാൻ മെറിൻ. ഏത് മെറിൻ? ഇതേതേ സാമി? ചേട്ടാ, ഞങ്ങൾ ചേട്ടന്റെ ഫ്രണ്ട്, ലണ്ടൻ ബിജന്റെ കസിൻസ്. ആയിക്കോട്ടെ, പാർട്ടിയെല്ലാം കഴിഞ്ഞല്ലേ വീട്ടിൽ പോയിക്കൂടെ? ചേട്ടനല്ലേ പറഞ്ഞു ഇവിടെ നിന്നോളാൻ? ആര് പറഞ്ഞു? എപ്പോ പറഞ്ഞു? ചേട്ടൻ പറഞ്ഞതാ, ഇന്നലെ മറന്നുപോയതായിരിക്കും. എടാ അനീഷേ, ഇറക്കി വിടറോ? നീയല്ലേ ഇന്നലെ ഓരോട് പറഞ്ഞു ഇവിടെ നിന്നോളാൻ? ഞാനാ? ദേശീയ കളിന്റെ പുറത്ത് പറഞ്ഞാൽ വാക്കു ആക്കാനാണ്. ആര് പറഞ്ഞു? എപ്പോ പറഞ്ഞു? എടാ, വരുന്ന 22-ാം തീയതി എന്റെ കല്യാണം. ആ സമയത്ത് ഒരു പ്രായപൂർത്തിയായ പെണ്ണ് ഇവിടെ വന്ന് താമസിക്കാൻ തോന്നേ. എടാ, ഇനി ഈ ഇവിടെ നിന്ന് പോവല്ലേ? മാത്രമല്ല, കല്യാണം കഴിഞ്ഞ് വരുമ്പോഴേക്കും ഓരോ ഇവിടുന്ന് പോയിട്ടുണ്ടാവും. ഉറപ്പാ? ഉറപ്പാണെന്ന്. അത് മാത്രമല്ല, ഒരു നീറ്റ് ടീംസ് ആണ് നിന്നെ പോലെ. കണ്ട സ്ഥലം മൊത്തം ക്ലീനാക്കി വെച്ചിരിക്കുന്നത്. ക്ലീനാക്കി വെച്ചിട്ടാണ്. പക്ഷേ ഇനി ഓളോട് ഈ കുട്ടി ടോസർ ഇട്ടിട്ട് ഇടുന്ന തിരിഞ്ഞു കളിക്കണം പറയണം. ഓളയിൽ ഡ്രസ്സൊന്നും ഇല്ലെങ്കിൽ എൻ്റെ ആൾ മറിയുന്ന ഡ്രസ്സ് എടുത്തിട്ട് ഓക്കെ ഓളുടെ കുട്ടിരിക്കാരെടുത്ത് ഞാൻ ഇട്ടോളാം. എന്റെ പാൻസ് എടുത്ത് ഓൾട്ടോ. എന്തിനാ? ഓക്കെ ടെൻ്റ് അടിക്കാനാ? താമസിക്കുന്നതൊക്കെ കൊള്ളാം, പക്ഷെ വെറുതെ ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കരുത്. പിന്നെ വരുന്ന 22-ന് എൻ്റെ കല്യാണമാണ്. എല്ലാവരും കൂടി ഇവന്റെ ഒപ്പം അങ്ങോട്ടേക്ക് വാ. Wish you all the best, ചേട്ടാ. ഞാൻ 3 ദിവസം മുമ്പേ എത്തും. താങ്ക് യു. I got my dinosaur.